ഹായ് ഫ്രണ്ട്സ്, നല്ല ചൂട് സമയമല്ലേ. അപ്പം നമുക്കിന്നൊരു തണുത്ത നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സർബത്തായാലോ. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുഹബത്ത് കാ സർബത്ത്. തണ്ണിമത്തങ്ങ വെച്ച് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന, എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സർബത്താണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ തണ്ണിമത്തങ്ങ മുറിച്ച് കൊണ്ടുവരാം. ഞങ്ങളിവിടെ തണ്ണിമത്തങ്ങ മുറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇടാം. ചെറിയ തണ്ണിമത്തങ്ങയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ സർബത്തിനായിട്ട് ഇനി വേണ്ടത് പാലാണ്. ഞാൻ 1 കവർ മിൽമ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം അനുസരിച്ച് എല്ലാവർക്കും ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ എടുത്തിട്ടുള്ളത് ഖസ്ഖസാണ്, സബ്ജ സർബത്തിലേക്ക് ഇടുന്നത്. ഇത് ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് സ്ട്രോബെറിയുടെ ഒരു എസൻസ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ മിൽക്ക് മെയ്ഡൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിൽക്ക് മെയ്ഡ് എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ തണ്ണിമത്തങ്ങ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് ഞങ്ങൾ ഓൾറെഡി മുറിച്ചിട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ അതിനൊന്ന് സ്മാഷ് ചെയ്തെടുക്കും. അതിൻ്റെ ജ്യൂസ് മുഴുവനൊന്ന് പുറത്തോട്ട് വരും. പാലൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ പഞ്ചസാര ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അലിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അത് ഇതിലോട്ട് അങ്ങ് ചേർക്കാം. നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ഇതിൽ അലിഞ്ഞിട്ടുണ്ട്. പൊടിച്ചിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അലിഞ്ഞ് കിട്ടി. ഇനി നമുക്കിതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. നല്ലോണം ഇളകി കൊടുക്കും. ഇപ്പോൾ തന്നെ നല്ല കളറ് വന്നു കഴിഞ്ഞു ഇതിന്. ഇനി ഇതിലോട്ട് കുറച്ച് സ്ട്രോബെറി എസൻസ് ചേർക്കണം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് മണവും ആ ഒരു സ്ട്രോബെറിയുടെ ഒരു എഫക്റ്റും വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കുറച്ചുകൂടെ നിറവും മണമൊക്കെ അതിൽ കിട്ടും. ഇത് ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഖസ്ഖസ് അലിയിച്ച് വെച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം നമുക്കിതിൽ ഐസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഐസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ നമ്മുടെ സർബത്ത് ഇവിടെ റെഡിയായി കഴിയും. നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ മുഹബത്ത് കാ സർബത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. പാലും ഫ്രൂട്ട്സൊക്കെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വാദിഷ്ടമായ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സർബത്ത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല തണുത്ത റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണിത്. ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.